നവകേരള ബസ് ഇനി പൊതുജനങ്ങൾക്ക് സ്വന്തം. കോഴിക്കോട് മുതൽ ബംഗളൂരു വരെയുള്ള റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസ് നടത്താൻ ഒരുങ്ങുകയാണ് നവകേരള ബസ്. എയർ കണ്ടീഷൻ ചെയ്ത 26 പുഷ്ബാക്ക് സീറ്റുകളുള്ള ബസ്സിലെ ടിക്കറ്റ് നിരക്ക് സെസ് അടക്കം 1701 രൂപയാണ്. യാത്രക്കായി തയ്യാറെടുക്കുന്ന ബസിന്റെ അകത്തെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നത് ഏത് ബസ്സാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നവകേരള ബസ്സിന് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാസർഗോഡ് മുതൽ ഇങ്ങ് തലസ്ഥാനത്ത് വരെ സഞ്ചരിച്ചു വന്ന ശ്രദ്ധയാകർഷിച്ച ഒരു ബസ്സാണ് നവകേരള ബസ്. എന്തായാലും ഈ നവകേരള ബസ് ഈ നവകേരള യാത്രയ്ക്കൊക്കെ ശേഷം എന്ത് ചെയ്യും എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മ്യൂസിയത്തൊക്കെ വെക്കുമെന്ന രീതിക്കുള്ള ചില വിമർശനങ്ങളൊക്കെ ഇതിനിടയിൽ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ നവകേരള ബസ് ഇപ്പോൾ കോഴിക്കോട് ടു ബാംഗ്ലൂർ യാത്രയ്ക്ക് ട്രിപ്പ് പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഈ നവകേരള ബസ്സിൽ നമുക്ക് ഒന്ന് കയറി നോക്കി ഇതിനകത്ത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് ആണ്. ഈ മുഖ്യമന്ത്രിയൊക്കെ ഈ ലിഫ്റ്റിൽ കയറി ഇറങ്ങി വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നമുക്ക് ഇതിലൊന്ന് കയറി നോക്കാം. ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ചിൽ മുകളിലോട്ടേക്ക് നമുക്ക് പോവാനുള്ളതും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയുമുള്ള 2 സ്വിച്ചുകളുണ്ട്. ഞാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് വഴി ബസ്സിന് അകത്തേക്ക് കയറുകയാണ്. ഇതിന്റെ പുറകിൽ നമുക്ക് സ്റ്റെപ്പ് വഴി കയറാൻ പറ്റുന്നവർക്ക് അങ്ങനെ കയറാനുള്ള സംവിധാനവും ഈ ബസ്സിലുണ്ട്. എന്തായാലും ഇപ്പോൾ വരുന്ന പല ബസ്സുകളിലും ഇത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം തന്നെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ മുകളിലേക്ക് എത്തി. ബസ്സിന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എൻ്റെ ക്യാമറ ചേട്ടൻ താഴെ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടനും കൂടി ഇനി വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റ് താഴേക്കൊന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ക്യാമറ ചേട്ടൻ കൂടി അകത്തേക്ക് വന്നിട്ട് നവകേരള ബസ്സിൻ്റെ അകത്തെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ TV ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങളൊക്കെയുള്ള ഒരു ബസ്സാണിത്. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഈ സീറ്റിലാണ് നവകേരള യാത്രയിൽ ഉടനീളം മുഖ്യമന്ത്രി ഇരുന്ന് സഞ്ചരിച്ച ഒരു സീറ്റാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രം ഇരുന്ന് സഞ്ചരിച്ചതാണ്. ഇപ്പോൾ യാത്രക്കാർക്ക് വേണ്ടി തുറന്നു നൽകുമ്പോൾ അതിന് ഒത്ത സൗകര്യങ്ങളൊക്കെ ആയിട്ട് ബസ് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കി ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കുകയാണ്. അത്യാധുനിക സൗണ്ടിങ് സിസ്റ്റം ഉൾപ്പെടെയുള്ളവ ഈ ബസ്സിനുള്ളിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കോഴിക്കോട് മുതൽ ബാംഗ്ലൂർ വരെ റൂട്ടുകളിലേക്കുള്ള യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുകയാണ് ബസ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ടോയ്ലറ്റ് ഒക്കെയാണ്. ടോയ്ലറ്റ് ഉൾപ്പെടെ നമ്മുടെ ഈ ബസ്സിനുള്ളിലുണ്ട്. നവകേരള ബസ്സിന്റെ ഏറ്റവും പുറകിലായിട്ടാണ് ടോയ്ലറ്റിന്റെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇതുവഴി സ്റ്റെയർകേഴ്സ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുവഴി കയറി വരാനുള്ള ഒരു സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. നമുക്ക് ദൂരെ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ്. അതുപോലെ ഇവിടെ മിറർ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇവിടെ വന്ന് കൈയൊക്കെ കഴുകിയിട്ട് ഇവിടെ വന്ന് മുഖമൊക്കെ നോക്കി ക്ലീൻ ചെയ്യാനുള്ള ഒരു മിറർ സൗകര്യമൊക്കെയുണ്ട്. ഈ ഡോറ് തുറക്കുമ്പോഴാണ് നമുക്ക് ടോയ്ലറ്റ് കാണാൻ കഴിയുക. നല്ല വൃത്തിയായിട്ടുള്ള ഒരു ടോയ്ലറ്റും അതിനോടൊപ്പം തന്നെ ഒരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ബസ് ഈ നവകേരള യാത്രയ്ക്ക് ശേഷം എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ 5-ാം തീയതി മുതൽ നടക്കാൻ പോകുന്നത്. ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നവകേരള ബസ്. ഈ കോഴിക്കോട് മുതൽ 5-ാം തീയതിയാണ് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് നവകേരള ബസ് യാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നത്. ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് ബസ്സുണ്ട്. അതിനുശേഷം ഇന്നിപ്പോൾ വൈകിട്ട് കോഴിക്കോടേക്ക് നവകേരള ബസ് പോവുകയാണ്. അതിനുശേഷം 5-ാം തീയതിയാണ് ഈ യാത്ര ആരംഭിക്കുക. എന്തായാലും ഈ അത്രയും സൗകര്യങ്ങളുള്ള ഒരു ബസ് നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങൾക്കായി യാത്ര ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് കൂടി അകത്ത് കയറി നവകേരള ബസ് എന്താണ് എന്നൊക്കെയുള്ള വലിയ അത്ഭുതങ്ങൾ പൊതുജനങ്ങൾക്ക് യാത്രയിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിട്ട് കാണാം, അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു എന്നതിനേക്കാൾ അത്ഭുതമുണ്ടാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ എല്ലാവരും കാണാൻ കാത്തു നിന്നത് ഈ നവകേരള ബസ്സായിരുന്നു. എന്തൊക്കെയാണ് ഇതിനകത്തെ ഫെസിലിറ്റീസ്? ഇപ്പോൾ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന ഇരുന്നിരുന്ന ഈ ഒരു ചെയർ കറങ്ങുന്ന ചെയറാണെന്നൊക്കെ അറിയാമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതൊരു സാധാരണ രീതിയിലുള്ള ചെയറൊക്കെയാണ്. എന്തായാലും ഈ ബസ് ഇപ്പോൾ ഇവിടെ എല്ലാവിധ യാത്രകളും അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ഈ കോഴിക്കോട്ടേക്ക് പോകാൻ വേണ്ടി ഇന്നിപ്പോൾ തയ്യാറെടുക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സന്തോഷം പൊതുജനങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. മ്യൂസിയത്ത് വെക്കാനല്ല ബസ്സിന്റെ ഉദ്ദേശം, യാത്ര നടത്താൻ തന്നെ ബസ് ഇപ്പോൾ ഇറക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും നവകേരള ബസ്സിനുള്ളിൽ നിന്നും ക്യാമറമാൻ പോൾ ശ്രീകരത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.